ഞാനിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എൻ്റെ ഒരു പഴയ സുഹൃത്തായ രാഹുലിനോട് സാമ്യമുള്ള ഒരാളെ കണ്ടു. രാഹുലാണെന്ന് കരുതി ഞാൻ അടുത്ത് ചെന്ന് പരിചയപ്പെട്ടു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് റഹീം എന്നായിരുന്നു. സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അയാൾ രാഹുലിനെ പോലെയല്ലായിരുന്നു. ഒരു വായാടിയും പൊങ്ങച്ചക്കാരനുമായിരുന്നു. 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു രാഹുൽ. നല്ല പെരുമാറ്റമുള്ള വ്യക്തിയായിരുന്നു. സുന്ദരനായിരുന്നു. ഇരുണ്ട നിറമായിരുന്നു. ചുരുണ്ട മുടിയും നീണ്ട മൂക്കും പൊടിമീശയുമുള്ള അവന് ഒരു പ്രത്യേക ആകർഷണമായിരുന്നു. പക്ഷേ അവന് ചെറുതായൊരു വിക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം അവനൊരു അന്തർമുഖനായിരുന്നു. പക്ഷേ ഞാൻ ഒരു ബഹിർമുഖയായിരുന്നു. ക്ലാസ്സിൽ അവന് ഏറ്റവും അടുപ്പം എന്നോടായിരുന്നു. ഞാൻ കൂടാതെ രാഹുലിന് ആകെയുള്ള സുഹൃത്ത് വേണുവായിരുന്നു. മുതുകിൽ ഒരു കൂനുള്ള വെളുത്ത നിറമുള്ള കുട്ടിയായിരുന്നു വേണു. വേണുവിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു രാഹുൽ. നന്നായി പഠിക്കുന്ന കുട്ടിയും കഠിനാധ്വാനിയുമായിരുന്നു രാഹുൽ. രാഹുലിൻ്റെ മുഖത്തെ കാക്കാപ്പുള്ളിയും ചിരിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയും ഞാൻ ഇന്നും ഓർക്കുന്നു. മുഖം നിറയെ കുരുക്കളുള്ള ഒരു കൗമാരക്കാരിയായിരുന്നു ഞാൻ. 10ാം ക്ലാസ് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴും രാഹുലിനെ കുറിച്ച് അറിവില്ല. അവനെ കണ്ടുമുട്ടാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. The friend who looked like Rahul. Today at the railway station, I saw someone who looked a lot like my old friend Rahul. Thinking it was Rahul, I went up to him and started talking, but his name was Rahim. As we began talking, I realized he once liked Rahul at all. He was quite talkative and a bit showy. Rahul was my classmate when we were in 10th grade. He had such a well-mannered personality. He was handsome. His complexion was dark. With his curly hair, long nose, and thin mustache, he had a unique charm. But he had a slight stutter when he spoke. Maybe that's why he was a bit introverted. But I was always outgoing and sociable. In class, he was closest to me. Besides me, his only other close friend was Venu. Venu was a fair-skinned boy with a little hunch on his back. Rahul was Venu's best friend, almost like a soulmate. Rahul was a good student and a really hard worker. I can still remember the mole on Rahul's face and the dimple that appeared whenever he smiled. Back then, I was a teenage girl with a face full of pimples. It's been 10 years since we finished 10th grade. I still don't know where Rahul is or how he's doing. I still wish I could meet him again someday.